ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വമ്പൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി പുതിയ സർക്കാരിൻ്റെ കീഴിലാണ് മെയ് മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ ഭിന്നശേഷി പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷൻ തുകയെല്ലാം തന്നെ കൊടുത്തു തീർത്തിരുന്നു. അതേസമയം നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് 5 മാസത്തേത് മാത്രമേ കൊടുത്തുവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല 2026 പുതുതായി ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസത്തെ ഗഡുക്കൾ വിതരണം ചെയ്തുവെങ്കിലും ഏപ്രിൽ മാസത്തെ 1000 രൂപ കുടിശ്ശികയായിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ 20 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കൈമാറുവാൻ സർക്കാരിന് അവസാന സമയം സാധിച്ചിരുന്നില്ല. അതേസമയം മാസം 2000 രൂപയുള്ള മെയ് മാസത്തെ പെൻഷൻ വിതരണവും മുടങ്ങുവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നാളത്തോടെ അവസാനിക്കും. അതോടെ 1 മാസം നീണ്ട സർക്കാർ ഭരണ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം സർക്കാർ സംവിധാനം വീണ്ടും സജീവമാകുകയാണ്. എന്നാൽ പുതിയ മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും വകുപ്പ് തലവന്മാരുമൊക്കെ വരേണ്ടതിനാൽ ക്ഷേമ പെൻഷൻ വിതരണമടക്കമുള്ള കാര്യങ്ങളുടെ തീരുമാനത്തിന് ഇനിയും ആഴ്ചകൾ വേണ്ടിവരും. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി ഈ മാസം 23 വരെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം എതിരായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉടൻ തന്നെ രാജിവെക്കാനാണ് സാധ്യത. തുടർന്ന് UDF മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഗവർണറെ കണ്ട് പിന്തുണക്കത്ത് നൽകി കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞയ്ക്കായി ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരമേറ്റു കഴിഞ്ഞാൽ ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലായിരിക്കും പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ. തുടർന്ന് പുതിയ സഭാ സമ്മേളനത്തിന് വീണ്ടും ഗവർണറുടെ പുതിയ നയപ്രഖ്യാപനവും പുതിയ ധനമന്ത്രിയുടെ ഈ വർഷത്തെ പുതിയ ബജറ്റ് അവതരണവും നടക്കും. പുതിയ ബജറ്റ് ഈ മാസമോ അടുത്ത മാസമോ എന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. UDFൻ്റെ 5 ഗ്യാരണ്ടികൾ ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ 2000-ന് പകരം 3000 ആകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വരും വർഷങ്ങളിലെ ബജറ്റിലാവാം വർധനവ് പ്രഖ്യാപിക്കുന്നത്. നിലവിൽ സംസ്ഥാനം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്കിലും ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിനാൽ ഈ വർഷത്തെ കടമെടുപ്പ് തുകയിൽ നിന്നും ആദ്യ മാസങ്ങളിൽ കടമെടുക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവാത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം സുഗമമായി നടക്കുവാനാണ് സാധ്യത. ജനുവരി, ഫെബ്രുവരി, മാർച്ച് പോലത്തെ സാമ്പത്തിക വർഷത്തിലെ അവസാന മാസങ്ങളിൽ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം പ്രതിസന്ധി നേരിടുന്നത്. അതിനാൽ തന്നെ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സം നേരിടാൻ സാധ്യതയില്ലെങ്കിലും പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. മെയ് മാസത്തെ പെൻഷൻ ഈ മാസം അവസാന ദിനങ്ങളിലോ ജൂൺ ആദ്യമോ ആയിരിക്കും ലഭിക്കുക. അതുപോലെ പിണറായി സർക്കാർ അവസാന കാലത്ത് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ള കാര്യങ്ങളും പുതിയ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വഴിയോ വ്യക്തമാക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പോലുള്ള സർക്കാർ ജനകീയ പദ്ധതികളിലെ പുതിയ സർക്കാരിൻ്റെ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി തന്നെ നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.